കെ മുരളീധരൻ്റെ തോൽവിയിലും തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിലും കടുത്ത നടപടി വരുന്നു KPCCയിൽ നിന്ന്. ഇന്ന് രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനും അന്ത്യശാസനം വന്നു കഴിഞ്ഞു. DCC പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതലയേറ്റെടുക്കാൻ VK ശ്രീകണ്ഠൻ MP സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യവുമായി DCCക്ക് മുന്നിൽ വീണ്ടും പോസ്റ്റർ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ് സജി, പോസ്റ്റർ വിപ്ലവമാണോ ഇപ്പോൾ തൃശ്ശൂരിൽ? ഇത്രയും ദിവസം DCC പ്രസിഡന്റിന് എതിരായിരുന്നു പോസ്റ്ററെങ്കിൽ ഇന്ന് DCC പ്രസിഡന്റിനോട് രാജിവെക്കണമെന്ന അന്ത്യശാസനം എത്തിയതോടുകൂടി DCC പ്രസിഡന്റിനെ അനുകൂലിച്ചുകൊണ്ട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ഇന്ന് DCCയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും SKN പറഞ്ഞതുപോലെ DCCയിൽ ഒരു പോസ്റ്റർ വിപ്ലവം നടക്കുന്നുണ്ടോ എന്ന സംശയം തോന്നുകയാണ്. കാരണം തുടർച്ചയായ 5-ാം ദിവസമാണ് ഇത്തരത്തിൽ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. മറുഭാഗത്ത് ഈ DCC അധ്യക്ഷന്റെയും അതുപോലെ തന്നെ UDF ചെയർമാന്റെയും രാജി ആവശ്യത്തിൽ ഈ ദേശീയ നേതൃത്വം നിലപാട് ഘടിപ്പിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം പ്രത്യേകിച്ച് KPCC ഈ വിഷയത്തിൽ ഒരു അനുനയ ശ്രമം അതല്ലെങ്കിൽ ഒരു പിന്നോക്കം പോകാൻ ശ്രമിക്കുമ്പോഴും ദേശീയ നേതൃത്വം ഇതിൽ കർശനമായ നിലപാടിൽ നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയും പിന്നീടുണ്ടായ കൂട്ടത്തലിലും സംഘടനാപരമായ ഗുരുതര വീഴ്ച തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF ചെയർമാനും DCC അധ്യക്ഷനും രാജിവെക്കണമെന്നൊരു ആവശ്യത്തിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ഇരുവരോടും രാജി സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാജിയില്ലെങ്കിൽ കർശനമായ നിലപാടിലേക്ക് നേതൃത്വം കടക്കും എന്നൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ രാജി ആവശ്യപ്പെട്ടതോടുകൂടി തന്നെ ഇരുവരും ഈ രാജി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നു. അതിന്റെ ഭാഗമാണ് ഈ പോസ്റ്റർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ ഈ പോസ്റ്റർ യുദ്ധം മുറുകുകയാണ്. എന്തായാലും ഇന്ന് DCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടേക്കും എന്നൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്.